എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ യൂഷ്വലി ഇംഗ്ലീഷ് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും സം ഓഫ് ദ കമൻറ്റ്സ് അതിൻ്റെ അകത്ത് കണ്ടതിൽ വളരെ മലയാളമാണ് ഇത്തിരി കൂടെ സ്വീകാര്യമായിരിക്കുന്നത് പലരും പറഞ്ഞു. എന്നാ ഒന്ന് ട്രൈ ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചു. ഇതെൻ്റെ അവഞ്ചർ 220 സ്ട്രീറ്റ് 2018 മോഡലാണ്, BS4 മോഡലാണ്. വീഡിയോയുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ ആക്ച്വലി ഞാനൊരു സീരിയസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ചീപ്പ് തിങ്സ് വെച്ചിട്ട് വണ്ടി ഫിക്സ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അതായത് എല്ലാം ചീപ്പ് ഐറ്റംസ്, അതായത് ഓൺലൈൻ ഐറ്റംസ് ചീപ്പായിട്ടുള്ള പ്രൈസിൽ കിട്ടി അത് വെച്ചിരിക്കുക. പിന്നെ സം ഫ്ലോസ് ഉണ്ട് ഈ വണ്ടിക്ക്. 2 years ആയിട്ട് ഞാൻ ഓൺ ചെയ്യുന്നു. അപ്പോൾ ആ ഫ്ലോസും കൂടെ ഫിക്സ് ചെയ്യുക, അതായത് ചീപ്പായിട്ട് ഫിക്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സീരീസ് ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാനപ്പോൾ മലയാളത്തിലും കൂടെ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ കാണാം ഞാനിവിടെ ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ വീഡിയോ എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം ചീപ്പ് ഐറ്റംസ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഈ ഫോഗ് ലാമ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 150-160 റുപ്പീസിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് ഈ ഫോഗ് ലാമ്പ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഷോക്ക് കവേഴ്സ് ഇവിടെ വെട്ടിരിപ്പുണ്ട്, അത് ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് നോക്കുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഓയിൽ ട്രെയിൻ പ്ലഗിൽ ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ട്, അത് MC വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. പിന്നെയുള്ളത് എൻ്റെ ടെയിൽ ലാമ്പ്സും എൻ്റെ 2 ബാക്ക് റിയർ ഇൻഡിക്കേറ്റേഴ്സും ബസ്റ്റഡ് ആണ്. അതായത് ബാക്കിലത്തെ 2 ഇൻഡിക്കേറ്റേഴ്സ് ക്വാളിറ്റിയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും 2 OEM പാർട്സ് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന LED ഇൻഡിക്കേറ്റേഴ്സ്, 4 ഇൻഡിക്കേറ്റേഴ്സിന് 200 റുപ്പീസ് സംതിങ് ആയിരുന്നു. അതും പിന്നെ ഒരു LED സ്ട്രിപ്പ് അത് ആക്ച്വലി പറഞ്ഞാൽ അത് ചീപ്പ് ഇതായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ബാക്ക് ടെയിൽ ലാമ്പ്സിന് ഏകദേശം 30-40 രൂപയ്ക്ക് വെച്ചിരിക്കുക ബൾബ് വരുന്നുള്ളൂ. അപ്പോൾ അത് ചീപ്പായിട്ട് കൂട്ടാൻ പറ്റില്ല. അത് സീക്വൻഷ്യലായിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റാണ് ഞാൻ ഇതിന് ഓർഡർ ചെയ്തേക്കുന്നത്. ഓവറോൾ ചീപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതായത് ചീപ്പായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഇതിൽ നോക്കിയത്. അപ്പോൾ ഈ ഗ്ലൂ ഗൺ വെച്ച് ഇത് ഒട്ടിക്കാൻ പറ്റുമെന്ന് ഇപ്പം നോക്കാൻ പോവാണ്. ഇപ്പോൾ ഗ്ലൂ ഗൺ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഒട്ടുമില്ല. ഞാൻ ഡ്രെയിൻ പ്ലഗിൻ്റെ അവിടുത്തെ ലീക്ക് ശരിയാക്കി. പക്ഷേ ഒരു പ്രശ്നം പറ്റിയ എന്താണെന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. നമുക്ക് ബാക്കിലത്തെ ഇൻഡിക്കേറ്റേഴ്സും ബ്രേക്ക് ലൈറ്റിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഞാൻ അവിടുന്ന് ലൈറ്റ് ഊരി, നിങ്ങൾക്ക് ആ ക്യാമറയിൽ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ ലൈറ്റ് ഊരി ജസ്റ്റ് റൈറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ ലൈറ്റ് ഊരാൻ പറ്റി. അതിന് ഒരു കവർ ഉണ്ടായിരുന്നു, ആ കവർ ഞാൻ ബാക്കിലേക്ക് ഊരിച്ചു. അപ്പോൾ ഈ വയേഴ്സ് കാണാൻ വേണ്ടിയാണ്. ഞാൻ ഈ വയേഴ്സിലേക്ക് ഹാർഡ്വെയർ ചെയ്യുകയാണ് ശരിക്കും LED ബ്രേക്ക് ലൈറ്റ്. ഇത് ശരിക്കും എനിക്ക് റീപ്ലേസ് ചെയ്താൽ മതി, ഈസ്തെറ്റിക് ലുക്കിന് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ആ LED ബ്രേക്ക് ലൈറ്റ് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ സിംപ്ലി ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഈ ബൾബ് മാറ്റി വേറെ ബൾബ് ഇടാമെന്നേ ഉള്ളൂ. ഇത് ഹാർഡ്വെയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓൾഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ റിമൈനിങ് ഉള്ള ഇതെല്ലാം ഊരിക്കളയണം. ഞാനിപ്പോൾ 14mm സ്പാനറാണ് യൂസ് ചെയ്തേക്കുന്നത്.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ LED ടെയിൽ ലാംപ്സ് അഥവാ ടെയിൽ ടൈഡിക്കൊക്കെ യൂസ് ചെയ്യുന്ന LED സ്ട്രിപ്പ്. ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് ഇൻഡിക്കേറ്റേഴ്സും കൂടെ ഉള്ളൊരു ഇതാണ്. സോ അത് നമുക്കൊന്ന് ജസ്റ്റ് മോക്ക് മൗണ്ട് ചെയ്യാം വയറിങ് ചെയ്യുന്നതിന് വേണ്ടി. ഇതിൻ്റെ വയറിങ് ഒന്ന് കട്ട് ചെയ്യുകയാണ്, വയറിങ് കവർ. അവസാനം നമുക്കിത് തിരിച്ചതുപോലെ തന്നെ എന്നാ പറയുക, ഇൻസുലേഷൻ ടൈപ്പ് ഇട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 വയേഴ്സ് ഉണ്ട്. പോസിറ്റീവും ബ്രേക്ക് ലൈറ്റ് റെഡും ഹെഡ് ലൈറ്റിൻ്റെ കൂടെയുള്ള ടെയിൽ ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വി ക്യാൻ ചെക്ക്. അപ്പോൾ ഞാൻ ഈ വയറൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കാനുള്ള രീതിയിൽ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് കാണാമല്ലോ, അല്ല ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. എനിക്ക് ഫാക്ടറി വ്യാവേഴ്സ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ചെയ്യാനതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ അത് കട്ടായിട്ടില്ല. ഏതൊക്കെ വേറെ ഇതിൻ്റെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇറ്റ്സ് ഓഫ് ഐ തിങ്ക്. ദ റെഡ് വൺ ഫോർ ദ ബ്രേക്ക് ലൈറ്റ് ഐ തിങ്ക്. സോ ബ്രേക്ക് ലൈറ്റിൻ്റെ വയറിങ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് വയ്ക്കുകയാണ്. വയറിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടി. സോ ഇൻഡിക്കേറ്റർ വയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫിക്സ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണുന്നത് LED ലാംപ്സ് ശരിക്കും OEM റൗണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ അത്രയും ഒരു ലുക്കില്ല, എന്നാലും ഇറ്റ്സ് വർക്ക് ഫോർ ഫൈൻ. ആക്ച്വലി നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇതാണ് ഫിനിഷ് പ്രോഡക്റ്റ്. LED സ്ട്രിപ്പ്. വണ്ടി BS4 ആയതുകൊണ്ട് വണ്ടി കീ ഓൺ ചെയ്യുമ്പോൾ മുതൽ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. പിന്നെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ചൂസ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഐ ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് സീക്വൻഷ്യലാണ്. ശരിക്കും സീക്വൻസ് ആയിട്ട് വന്നില്ല, ഇത്തിരി ഫാസ്റ്റായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ OEM പാർട്സ് അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഫാസ്റ്റായിട്ട് ഇത് ചെയ്യുന്നത്. ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ മൊഡ്യൂൾ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഫിക്സ് ദിസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം ഇവിടെ ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് ഇത് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഞാനൊരു പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ടാവും. Second one is brake light. It's good. There is right side indicator.
ലെഫ്റ്റ് സൈഡ് ഉണ്ട്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷുവറായിട്ടും കമൻറ്റ് ചെയ്യണം. എൻ്റെ പോരായ്മകൾ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് ശരിക്കും അത് മനസ്സിലാവുള്ളൂ. സോ കമൻറ്റ് ചെയ്യുക. ഈ മോഡൽ വീഡിയോസ് കാണണമെങ്കിൽ, അതായത് വർക്കിംഗ് ഓൺ ബൈക്സ്, റിവ്യൂസ്, ട്രാവൽ വ്ളോഗ്സ് അങ്ങനെയുള്ള ഇതൊക്കെ കാണണമെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ദിസ് ചാനൽ. ബൈ.